നീ പെണ്ണ് പറഞ്ഞു അതിൽ ഒരെണ്ണം കട്ട് ചെയ്താൽ മതി കേട്ടോ. പെണ്ണല്ലേ നീ, ഒരെണ്ണം എനിക്ക് താല്പര്യം വേണ്ട. എനിക്ക് ആ ഒരു മഹാഭാരം ചുമക്കാൻ നമുക്ക് വയ്ക്കും. സൂപ്പർ സ്റ്റാർ ആണ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഭാരമാണ്. നമ്മൾ വലിയ കുഴപ്പമില്ലാത്തൊരു ആർട്ടിസ്റ്റാണ്. ഇങ്ങനെ ഒരു സൈഡിൽ കൂടെ പോകുന്നതല്ല നല്ലത്. അതാണ് പെണ്ണെ വിളിച്ചെന്താ ഒരുമിച്ച രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഓക്കെ ഓക്കെ. ഞാനും അവനൊക്കെ ഇതുപോലെ തന്നെ കുറേ നാളായിട്ട്, എനിക്കൊന്നും ഒരു 5-6 വർഷമായിട്ട് അത് നടക്കാതെ ഇങ്ങനെ അല്ലേ. ശങ്കർ, നമ്മുടെ ശങ്കർ രാമകൃഷ്ണൻ ഡയറക്ടർ ശങ്കറാണ് ആദ്യം ഒരു സിനിമ പ്ലാൻ ചെയ്ത് പറഞ്ഞത്. ഭയങ്കര ത്രില്ലും ഒക്കെ ആയിട്ട് ഭയങ്കര സന്തോഷമായിട്ടിരുന്നു. എൻ്റെ ഓർമ്മയിൽ ഇൻസ്പെക്ടർ ബൽറാം എന്നൊരു സിനിമ, ആ സിനിമയുടെ ഷൂട്ട് നടക്കുമ്പോൾ കണ്ണൂരൊരു വീട്ടിലായിരുന്നു കേട്ടോ. അതിന് ഞാൻ പുറത്തോട്ട് വന്നപ്പോൾ എന്നെ 3-4 പ്രാവശ്യം വരുമ്പോഴൊക്കെ ഇങ്ങനെ കൈ കാണിക്കുന്നുണ്ട് ഒരാൾ. കുറച്ച് ആൽബം ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടുത്തെ ആ വീട്ടിൽ ആ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, ഋഷി ഇതിൻ്റെ മകളുണ്ടല്ലോ നല്ല ആർട്ടിസ്റ്റാണ്, നല്ലോണം ഡാൻസ് ചെയ്യൂട്ടോ, ഒന്ന് കണ്ടു നോക്കുമെന്ന് പറയുമ്പോൾ കണ്ണൊക്കെ നല്ലവണ്ണം വരച്ച് മഞ്ജു കൊച്ചിലെ. അത് ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് പറയുന്നത്. മഞ്ജുനെ ഞാൻ ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടം വരെ കണ്ണൊക്കെ നീട്ടി വരച്ച് ഇങ്ങനെ വെച്ച് എല്ലാം വെച്ച് കുറേ ഫോട്ടോസ്. ഇപ്പോൾ ഞാൻ എല്ലാം ഇങ്ങനെ നോക്കി. ഞാൻ പറഞ്ഞ സിനിമയിൽ ഇതിനെ വായിച്ചിരുന്നു. ഇല്ല, നല്ല ആഗ്രഹമൊക്കെ ഉണ്ട്. അപ്പം അദ്ദേഹത്തെ ആ ഷൂട്ടിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഒരാളാണ് അവിടെ കൊണ്ടുവന്നത്. അപ്പോൾ നല്ലോണം എല്ലാത്തിനും നല്ല കഴിവൊക്കെ ആകുട്ടിക്ക് കേട്ടോ. അപ്പോൾ ഉർവശി അവരോട് പറഞ്ഞു, ഞാൻ പറയാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ കാണാനില്ല. ഞാൻ അദ്ദേഹത്തെ കൂടെ പരിചയപ്പെടുത്താൻ കൊള്ളുന്നു. IV ശശിയുടെ അടുത്തൊന്ന് പരിചയപ്പെടുത്താൻ പറഞ്ഞു, പോയി. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടത് ഞാൻ പറഞ്ഞിട്ടില്ല മഞ്ജുവിൻ്റെ അടുത്ത്. എന്തായാലും വേറെന്താണ് ഞങ്ങളിവിടെ ചെയ്യേണ്ടത് അഭിലാഷ്? എന്തെങ്കിലും എന്താ ഞാൻ ഇപ്പോൾ ചെയ്യേണ്ടത്? പ്രൊഡ്യൂസ് ചെയ്യാൻ കാശെന്ന് ഞാൻ അത് പ്രതീക്ഷിച്ചിട്ടോ. പ്രൊഡ്യൂസ് ചെയ്യാൻ ചുമ്മാ ഇടാന്നേ വിചാരിച്ചു. ഇന്നലെ രാത്രി ഒരു 8 പവന്റെ മാല ഒരു എന്റെ തന്നിട്ട് പറഞ്ഞു, നീ എന്ത് വെച്ചാൽ പോയി ചെയ്തിട്ടും പടം ചെയ്തോളൂ അല്ലേ? ആ ശരിയാട്ടോ. പക്ഷെ ചേച്ചി മാത്രമല്ല, ചേച്ചിയുടെ കൂടെ ചേച്ചിയുടെ ഹസ്ബൻഡ് ശിവൻ ചേട്ടൻ കഴിച്ചിരുന്ന മാല ഒരു എന്റെ തന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട, തൽക്കാലം കാശൊക്കെ ഉണ്ട്. അല്ല, പക്ഷെ എന്താ പറയാ, ഈ 2 മാല കൊണ്ട് പ്രൊഡക്ഷൻ അവിടെ വെച്ച് നിർത്താനാണ് മുകേഷ് ചേട്ടൻ അവിടെ വെച്ചത്. ഈ മുകേഷ് ചേട്ടൻ എന്നെ പറ്റി കഥ പറഞ്ഞ കേട്ടില്ല നിങ്ങൾ? മുകേഷ് ചേട്ടൻ എന്നെ പറ്റിക്കുന്നതായിരുന്നു സ്ഥിരം ജോലി. ഞാൻ പല സ്ഥലങ്ങളും പറഞ്ഞു. അപ്പൊ ഒരുപാട് ആർട്ടിസ്റ്റുകളുള്ള പടമാണല്ലോ ഇത്. എല്ലാവരും എല്ലാ പടത്തിലും കാണും. അപ്പൊ എല്ലാവർക്കും എല്ലാവരുടെയും കുടുംബകാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ ഉണ്ട് ഒരു പടത്തിന് കുറേ ആർട്ടിസ്റ്റ്. CBI ഡയറക്ടർ ഗ്രൂപ്പ് എന്നൊരു സിനിമ, നിങ്ങൾക്കൊക്കെ അറിയാം. ആ സിനിമയുടെ കുറേ പേര്, ക്യാപ്റ്റൻ രാജേട്ടൻ, അവരിവരെല്ലാവരും ഉണ്ട്. അപ്പോൾ മുകേഷ് ചേട്ടൻ ഇങ്ങനെ ഒറ്റയ്ക്കൊരു സ്ഥലത്ത് പോയിരിക്കുന്നു. ഇങ്ങനെയൊക്കെ നോക്കുന്നു. ഒരു പേനയും ഒരു പേപ്പറും എടുത്തു. ഞാൻ എന്താ ഉദ്ദേശിച്ചത്? അപ്പം എന്തെന്നാ എഴുതുന്നതെന്ന്. ഋഷി എല്ലാവരും എന്നെ കളിയാക്കുന്നു. ഋഷി എനിക്ക് പാട്ടൊക്കെ എഴുതണം. ഋഷി കണ്ടോട്ടെ, നമ്മുടെയൊക്കെ നാടക കുടുംബമല്ലേ. അപ്പം എനിക്ക് പാട്ടൊക്കെ എഴുതണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ അവരൊക്കെ പറയുന്നു, മുകേഷ് പാട്ട് എഴുതുന്നുണ്ട്, പാട്ട് എഴുതാനൊന്നും ആണില്ല, വലിയ വയലാറെന്നാണ് വിചാരം എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഉടനെ എനിക്ക് സെൻറ്റിമെൻറ്റ്സ് വരും. നമ്മൾ ആര് പറഞ്ഞു മുകേഷ് ചേട്ടൻ അങ്ങനെ പറയാം? പിന്നെ ഇവരാണോ തീരുമാനിക്കുന്നത്? മുകേഷ് ചേട്ടൻ എഴുതും. മുകേഷ് എഴുതിയിട്ട് എന്നെ വായിച്ച് കേൾപ്പിക്കും. ഞാനൊരു വലിയ സപ്പോർട്ട് ചെയ്ത് വലിയൊരാളായിട്ട് നിൽക്കുക. അപ്പോഴീ ഒറിജിനൽ സ്വഭാവത്തെക്കുറിച്ച് ഞാൻ മറന്നു പോന്നു. പിന്നെയും ഞാൻ പറ്റിപ്പോകും. ശരി ഉർവശി ഇങ്ങനെ എഴുതി. എന്നിട്ട് ഉർവശിന്റെ കളിയാക്കത്തില്ല. ഞാൻ പറയൂ, ഇല്ല കേട്ടോ, കളിയാക്കത്തില്ല. തിരുനെല്ലിക്കാട് പൂത്തു, തിന്നാൻ കിളി ഇറങ്ങി, കിളിയാട്ടും പെണ്ണെ കളിയാടാൻ വായോ. അങ്ങനെ പറഞ്ഞു. നമ്മുടെ സൂപ്പറായിരിക്കുന്നു മുകേഷ് ചേട്ടാ. അയ്യോ, നല്ല കറക്റ്റ് പ്രാസമൊക്കെ ഒപ്പിച്ച് ഭയങ്കര രസമായിരിക്കുന്നു അല്ലേ? പക്ഷെ ഞാൻ അവിടെ കൊണ്ട് കളി. എന്നിട്ട് അവരുടെ അടുത്തുകൊണ്ട് പേപ്പർ അയച്ചു. ഭയങ്കരയൊക്കെ അവരുടെ എക്സ്പ്രഷൻ കണ്ടോ? പക്ഷെ ഞാൻ പറഞ്ഞില്ലേ എന്നെ കളിയാക്കുന്നത്. ഞാൻ പറഞ്ഞു, മുകേഷ് ചേട്ടാ അവരെ ഒന്നും ഭാഗവയ്ക്കണം. മുകേഷ് ചേട്ടാ ഞാൻ ട്യൂൺ ചെയ്യട്ടെ ചേട്ടാ. അപ്പൊ ഇവർക്കൊക്കെ അറിയാൻ കേട്ടോ ഈ ഡ്രാമ. അവിടെയാണ് എൻ്റെ നാണക്കേട്.
അപ്പൊ ഞാൻ ശരി കേട്ടോ ഇങ്ങനെ പലരും തിരുനെല്ലിക്കാട് പൂത്തു തിന തിന്ന എന്തൊരു നല്ല ട്യൂൺ. ഞാൻ പറഞ്ഞു പോവാൻ എന്തൊരു നല്ല ട്യൂൺ ഇത്. ചേട്ടാ ഇത് സൂപ്പർ ആയിരിക്കുന്നു കേട്ടോ, നന്നായിരിക്കുന്നു. ആണല്ലേ ഉർവശി? ഇത് ഉർവശി വെച്ചോ, ആരെയും കാണിക്കല്ലേ, എനിക്ക് പരിഹാസം കേൾക്കാൻ വയ്യ ഉർവശി. നമ്മുടെ ഒന്നും കുടുംബത്തിന്റെ വാല്യൂ ആർക്കും അറിയണം. അപ്പൊ ഞാൻ ഭദ്രമായിട്ട് ഞാൻ ഓരോരുത്തർക്കും നിങ്ങൾ കേട്ടോ മുകേഷിന്റെ പാട്ട്? ഇല്ല, അവർക്കൊക്കെ അറിയാം കേട്ടോ. ബഹദൂറങ്ങൾ മാത്രം അടുത്ത ഡയലോഗ് ഏതാണെന്ന് നോക്ക്, മുകേഷിന്റെ പാട്ട് നോക്കിക്കൊണ്ട് നടക്കാതെ. അപ്പൊ ഞാനിത് വെച്ചു. എന്നിട്ട് ഞാൻ നിന്നെ തിരുനെല്ലിക്കാട് പുതു തിനായി സൂപ്പറായിരുന്നു. പിറ്റേന്ന് രാവിലെ ഞാൻ അവിടെ നിന്ന് എറണാകുളത്തോട്ട് പോവുക വേറൊരു പടത്തിന്റെ ഷൂട്ടിങ്ങിന്. വണ്ടി കയറിയിരുന്നപ്പോൾ നേരത്തെ പറഞ്ഞ കുട്ടപ്പൻ, അന്നത്തെ മുൻ മുഖ്യമന്ത്രി കരുണാകരന്റെ പൈലറ്റായിട്ട് പോയ കുട്ടപ്പന്റെ വണ്ടിയാണ്. അപ്പൊ പെട്ടെന്ന് കൊണ്ടുവന്ന് വിടും, ഭയങ്കര സ്പീഡാവും. ഇതിന്നോട് 5 മിനിറ്റ് ഞാൻ പറഞ്ഞു കുട്ടപ്പ പാട്ടിട്ടു. കുറെ പാട്ടുകൾ ഇങ്ങനെ വന്ന് അടുത്തത് ഒരു പാട്ട് വന്നു, കാസറ്റാണ്. യേശുദാസും ഇതും ചേർന്ന് ആലപിക്കുന്ന ഗാനം എന്ന് പറഞ്ഞ് നേരത്തെ കാസറ്റ് ഇറക്കുമല്ലോ. ദാസേട്ടനും വേറെ തിരുനെല്ലിക്കാട്. അയ്യോ, അതിനിടയ്ക്ക് ഈ പാട്ട് സിനിമയിലെടുത്തു. എന്ത് ചോദിച്ചു, ഏത് പാട്ട് ചേച്ചി? ഞാൻ പറഞ്ഞു ഇന്നലെ മുകേഷ് എഴുതിയ പാട്ട് ഇന്ന് സിനിമ വന്നിരിക്കുന്നു. ചേച്ചി ഇത് ജോഷി സാറിന്റെ പടത്തിലെ പാട്ട് മുകേഷനും പാർവതിയും കൂടെ അഭിനയിച്ച് ഞാൻ അല്ലേ കൊണ്ടുവന്ന് വിട്ടിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു. എനിക്കാണെങ്കിൽ അപ്പ കൈ കെട്ടിയിരുന്നെങ്കിൽ ഇങ്ങനെ ഓട്ടണ്ടല്ലോ, ഇങ്ങനെ എടുത്തൊക്കെ എറിയണം. എനിക്ക് മനക്കേട്ട് സഹിക്കാൻ വയ്യ. ഞാൻ ആ ലൊക്കേഷനിൽ എല്ലാവരോടും പറഞ്ഞില്ല ഈ പാട്ടിനെ കുറിച്ച്. 4-5 ദിവസം കഴിഞ്ഞ് പോകണം, വരുമ്പോൾ മുകേഷനെ കാണണോടെ. എല്ലാവരുടെ മുമ്പിൽ വെച്ച് എന്ത് പറഞ്ഞ് തോൽപ്പിക്കാം, ആർക്കും ഒന്നും പറഞ്ഞ് തോൽപ്പിക്കാനൊക്കത്തില്ല. ശരിക്കുള്ള ജീവിതത്തിൽ നമ്മളെക്കുറിച്ച് ഒരാൾ കളിയാക്കിയാലും നമ്മൾ ചിരിച്ചു പോകുന്ന ഒരൊറ്റ ആളിനെ ഞാൻ കണ്ടിട്ടുള്ളത് മുകേഷ്. സത്യത്തിൽ കാരണം ഹ്യൂമർ അവതരിപ്പിക്കുന്ന, സിനിമയിൽ അവതരിപ്പിക്കുന്ന ഒരുപാട് പേരെ ഞാൻ എല്ലാ ഭാഷയിലും കണ്ടിട്ടുണ്ട്. പക്ഷെ മുകേഷിന്റെ അത്രയും സ്പോണ്ടേനിയസ് ആയിട്ട് നമ്മളെ കൂടെ ചിരിപ്പിക്കുകയും 1 സെക്കൻഡ് ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന തമാശ അപ്പം പറ്റിക്കാനൊക്കത്തില്ല. ഞാൻ തോറ്റു പോവുകയാണ്. ഈശ്വര, ആരെങ്കിലും എന്തെങ്കിലും ഒരു വഴി കാണാൻ പറഞ്ഞു ചെന്നുടനെ ലൊക്കേഷൻ ഗുഡ് മോർണിംഗ് പാട്ടവിടെ മുകേഷിന്റെ ഓരോരുത്തരും. പക്ഷെ എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് അപ്പോഴേ അറിയാം വേറെ സിനിമയിലെ പാട്ടാണ്, ഞാൻ ചുമ്മാ അഭിനയിച്ചതാണ്. അതുപോലെ ഏതെല്ലാം സന്ദർഭത്തിൽ അത് ഈ പടത്തിൽ മുകേഷായിട്ടുള്ളപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യം തന്നെ മുകേഷായിട്ടുള്ള പടത്തിൽ അയ്യോ സൂപ്പർ ആയിരിക്കും മുകേഷ്. കാരണം എന്താ പറയുക, ലൊക്കേഷനുകൾ ആനന്ദകരമാക്കാനാണ്. സത്യത്തിൽ കുറേ കഥ കേൾക്കാൻ നമ്മളെ തന്നെ പരിഹസിക്കും, നമ്മളെ തന്നെ പറ്റിക്കും, എന്നാലും കൂടെ നമ്മൾ കഥ കേട്ടു. അങ്ങനെ എന്തായാലും പ്രൊഡക്ഷൻ ഹൗസ് ഐശ്വര്യമായിട്ട് അഭിലാഷും അതെ ഞാനിപ്പം ഒരു പടം ചെയ്തു, അതിൻ്റെ റീ റിലീസ് ഉടനെ ഉണ്ടാവും. പിന്നെ അത് ചെറിയ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഇത് സെക്കൻഡ് പ്രൊഡക്ഷൻ ആയിട്ടില്ല. ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്യുമ്പോൾ എൻ്റെ പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ടായിരുന്നില്ല അഭിലാഷിന്. അഭിലാഷ് പെട്ടെന്ന് എന്നോട് വിളിച്ച് ചോദിച്ചു, കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് ചേച്ചി നമുക്കൊക്കെ പ്രൊഡക്ഷനും കൂടെ ഇൻവോൾവ് ചെയ്താലോ എന്ന് ചോദിച്ചു. കുഴപ്പമില്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ അതിന് വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കാൻ അറിയാവുന്ന ആളാണ് അഭിലാഷ്. അപ്പോൾ ഈ പുതിയ പ്രൊഡ്യൂസേഴ്സ് വരുമ്പോൾ പലരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് അടുത്ത സമയത്ത്, ചേച്ചി വന്നു കഴിയുമ്പോൾ പ്രൊഡ്യൂസേഴ്സ് കൗൺസിലിൽ നിന്ന് ഭയങ്കരമായിട്ട് പേടിപ്പിക്കുന്നു, ഇതിൻ്റെ ആവശ്യമുണ്ടോ, നിങ്ങൾക്ക് പണം എടുക്കേണ്ട ആവശ്യമുണ്ടോ, മറ്റെന്തെങ്കിലും ബിസിനസ് ചെയ്താൽ പോരെ, ഇങ്ങനെ ചോദിക്കുന്നത് എന്താ വെച്ചാൽ അങ്ങനെ പലരും ചോദിക്കാറുണ്ട്. അല്ലെ, ഞാൻ പറയും കുറച്ച് നമ്മൾ കരുതലായിട്ടിരിക്കാൻ വേണ്ടിയായിരിക്കും. കാരണം എനിക്കറിയാൻ വയ്യ, കാരണം ധാരാളം നിർമ്മാതാക്കൾ ഇവിടെ വരണം, പ്ലാൻ ചെയ്ത് നല്ല സിനിമകൾ ഇവിടെ ഉണ്ടാവണം എന്ന് പറയുന്നതാണെന്നാണ് എൻ്റെ വിചാരം. പക്ഷെ ഇപ്പോഴേ ഞാൻ അറിയുന്ന അങ്ങനെ അല്ലെന്ന്. എന്ന് പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞു ഞാൻ വരണോ ചേച്ചി വരണം, ധൈര്യമായിട്ട് ചെയ്യാൻ പറ്റും. കാരണം എനിക്ക് വിശ്വാസമുള്ളൊരു സ്ക്രിപ്റ്റിൽ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴല്ലേ അതല്ലേ ശരിയായില്ല. അല്ലാതെ ഒരു കഥ പ്ലാൻ ചെയ്ത് ഇനിയിപ്പം നമ്മളൊരു കഥ കേട്ട് പ്രൊഡക്ഷനിലോട്ട് കൊണ്ടുവരാമെന്ന് പറയുന്നതിനെക്കാട്ടിലും അതുപോലെ ആരതി ഓരോ സെക്കൻഡ് എന്തെങ്കിലും ഒരു പുതിയ ചിന്ത വന്നാൽ അപ്പം തന്നെ വിളിക്കും, ചേച്ചി ഇതിനകത്ത് ഇങ്ങനെ കൂടെ വന്നാൽ നന്നായിരിക്കും. അതുപോലെ ഓരോ ആർട്ടിസ്റ്റേയും ഒരുപാട് ആർട്ടിസ്റ്റുള്ള ഒരു ഫിലിമായത്. അതുകൊണ്ടാണ് ആദ്യം നമ്മൾ തമിഴും മലയാളവും എന്നുള്ള ബൈലിംഗ്വൽ തന്നെ മനസ്സിൽ ചിന്തിച്ചതും 2ലും കൂടെ ഉൾപ്പെടുന്ന ആർട്ടിസ്റ്റുകളെ വെക്കാമെന്നുള്ളത്. പക്ഷെ ഇപ്പം മെയിൻ മലയാളത്തിലെ ആർട്ടിസ്റ്റുകൾ നമ്മുടെ ആർട്ടിസ്റ്റുകളൊക്കെ തന്നെ ആയിരിക്കണം എന്നുള്ളത് കുറേ ഒരു ഗ്യാപ്പിന് ശേഷം ഞാൻ മുകേഷേട്ടും പേരായിട്ട് ചെയ്യുന്നു. അല്ല 4-5 വർഷത്തിന് മുമ്പ് ചെയ്തു എങ്കിൽ പോലും ഞങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലൊരു കോമ്പിനേഷൻ ആയില്ല ആ സിനിമ.
പക്ഷെ ഇത് അങ്ങനെ ഒരു സിനിമ ആവുമെന്നാണ് വിശ്വാസം. പിന്നെ മോള് അവളുടെ ക്യാരക്ടേഴ്സ് ചൂസ് ചെയ്യാനും സെലക്ട് ചെയ്യാനും ഒക്കെ ഇന്നത്തെ ജനറേഷൻ കുട്ടികൾക്ക് നല്ല കഴിവാണ്. എങ്കിൽ പോലും അതിനകത്ത് അവൾ അത് ഇടപെടാറില്ല. അമ്മ നോക്കിയിട്ട് പറഞ്ഞാൽ മതി എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഈ സ്ക്രിപ്റ്റും ഇതുവരെയും പൂർണ്ണമായിട്ട് അവളിരുന്ന് കേട്ടിട്ടില്ല. അഭിലാഷ് എന്നോട് പറഞ്ഞു, ആരതി, ബിബിൻ ഇവരെല്ലാം കൂടെ എന്നോട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ഞാൻ അവളോട് പറയുന്നുണ്ട്. പിന്നെ ഈ ക്യാരക്ടർ വേണ്ട ചില പ്രിപ്പറേഷന് വേണ്ടിയുള്ള ചില കാര്യങ്ങൾ മാത്രം അഭിലാഷ് ആദ്യമേ പറഞ്ഞു ഇത് വേണം. അതുപോലെ ആരതിയും പറഞ്ഞു ഈ ക്യാരക്ടറിന് ഇങ്ങനെ ചില കാര്യങ്ങൾ വേണം എന്ന് പറഞ്ഞു. അങ്ങനെ അതിനുവേണ്ടിയുള്ളൊരു തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ട് ഫിലിമിന് വേണ്ടി. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ പോലെ തന്നെ എല്ലാം ഈ സിനിമയുടെ റിലീസ് അതിനുശേഷവും നിങ്ങളുടെ എല്ലാം പറയുന്ന നല്ല സഹകരണം എല്ലാം ഉണ്ടാവട്ടെ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മഞ്ജു വാര്യർ എൻ്റെ സൂപ്പർ സ്റ്റാർ ആയിട്ട് എന്നെ തുല്യമാണ്. അല്ല അതൊക്കെ വേറെ സബ്ജക്റ്റ് ആയിരിക്കും. ആദ്യം തുടങ്ങിയത് അതിൽ നിന്നായിട്ട് ഞാൻ അധികം ഫിനിഷ്